അതെ രഞ്ജിനി, സർക്കാരിന്റെ വാദങ്ങൾ കോടതി മുഖവിലക്കെടുക്കുന്നു എന്ന് തന്നെ വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് സർക്കാരിന്റെ ഒരു നയപരമായ തീരുമാനത്തിൽ ഹൈക്കോടതി ഇടപെട്ടു എന്നത് പ്രധാനപ്പെട്ട ഒരു വാദമായി. ആ വാദമുഖം സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ സർക്കാരിന്റെ ഈ സർവേയെ അനുകൂലിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് എതിർകക്ഷികൾ സർക്കാർ ചോദിച്ചത്. അതായത് സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിൽ, അതിൽ മൂല്യനിർണ്ണയം നടത്താനായി ഒരു പഠനം നടത്തുന്നതിൽ എന്താണ് തെറ്റ്, ഒപ്പം അത് സർക്കാരിന്റെ തുടർ നയ രൂപീകരണമുള്ള ഒരു പഠനമാണ് എങ്കിൽ അതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യമാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് എതിർകക്ഷികളോട് ചോദിച്ചത്. അത് സംരംഭങ്ങളെ അനുകൂലിക്കുന്നതിലുള്ള ഒരു സമീപനം തന്നെയാണ്. ഒപ്പം പാർട്ടി പ്രവർത്തകരാണ് സർക്കാരിന്റെ പണം ഉപയോഗിച്ച് സർക്കാരിന്റെ പ്രചാരണ പ്രവർത്തനം എന്ന രീതിയിൽ നടത്തുന്ന ഈ സർവേക്കായി ഇറങ്ങുന്നത് എന്നതായിരുന്നു എതിർകക്ഷികൾ ഇന്ന് പ്രധാനമായും ഉന്നയിച്ച വാദം. ആ വാദം കോടതി അംഗീകരിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം സർക്കാർ ഒരു നയരൂപീകരണത്തിന്റെ ഭാഗമായി ഒരു പഠനം നടത്തുന്നു എന്ന രീതിയിലാണ് ഈ സർവേയെ സുപ്രീം കോടതി കണ്ടിരിക്കുന്നത്. അത് ആ ഒരു വാദം അംഗീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സർക്കാരിന്റെ ആ വാദത്തോട് അനുകൂലിക്കുന്ന ഒരു നിലപാട് രീതിയിലാണ് ഇന്ന് സുപ്രീം കോടതിയുടെ സേനത്തെ നമ്മൾ വിലയിരുത്താനാവുക. ഇത് ഇപ്പോൾ ഒരു സ്റ്റേ ആണ് ഉണ്ടായിരിക്കുന്നത്. ഇനിയും ഈ അപ്പീലിൽ തുടർ വാദപ്രതിവാദങ്ങളെല്ലാം നടക്കാനും മറ്റൊരു തീരുമാനത്തിനുമെല്ലാമുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ സർക്കാരിന് വലിയൊരു ആശ്വാസമാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നവകേരള സർവേ റദ്ദാക്കിയ സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് ആദ്യഘട്ടത്തിൽ ആശ്വാസമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീദേവി പിള്ള കൂടി ചെയ്യുന്നുണ്ട്. ശ്രീദേവി, ഒരിടത്ത് തിരിച്ചടിയാണെങ്കിൽ ഒരിടത്ത് ആശ്വാസം, അതാണ് ഇന്ന് സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. ഡേറ്റാ ചോർച്ചയിൽ തിരിച്ചടി, നവകേരള സർവേയിൽ ആശ്വാസം. സ്വാഭാവികമായിട്ടും സർക്കാരിന്റെ വാദങ്ങൾ ശരിവെക്കുന്ന ഒരു സ്റ്റേ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് സാങ്കേതികമായ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഹൈക്കോടതി ഈ കാര്യത്തിൽ ഒരു ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടാവുകയും നിർത്തിവെക്കാനുള്ള ഉത്തരവ് നൽകുകയും ചെയ്തതെന്നുള്ളതായിരുന്നു സർക്കാർ നിയമസഭയ്ക്കുള്ളിലും പുറത്തുമെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന വാദം എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം അത് സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ എന്നുള്ളത് തന്നെ തെളിയിക്കുന്ന രീതിയിൽ സുപ്രീം കോടതി ഇതിനെ വിലയിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്.